അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. ഇപ്പൊ ഞങ്ങൾക്ക് തന്നേക്കുന്നത് എന്തോ സ്ട്രോബെറി സ്മൂത്തി എന്നൊക്കെ പറഞ്ഞൊരു ഡിഷാണ്. ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ കാണാൻ റെഡിയല്ലേ? കസ്റ്റാർഡ് സ്ട്രോബെറി എന്ന രസികൻ വിഭവമാണ് ഇന്നത്തെ കുട്ടി പാചകം. കുഞ്ഞു, നിന്നോട് ഏറ്റവും കൂടുതൽ താല്പര്യം നിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങളുടെ ഈ ഗ്രൂപ്പിലേക്ക് ഒരു കുഞ്ഞു കൂട്ടുകാരിയെ കൂടി ഞാൻ തരട്ടെ. ഇവളെയാരാ ഇവിടെ നിർത്തിയേക്കണേ? പ്രേമിക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്തുകൊണ്ട് കുട്ടിമണി കുട്ടിക്കലവറയുടെ താരമായി. എന്നെ ഇഷ്ടാണോ? കുട്ടിമണിയുടെ അച്ഛനെ കൂട്ടാൻ പോലെ. എന്റെ അച്ഛൻ ഇല്ല, കുഞ്ഞാവനെ വിളിക്കാൻ പറഞ്ഞേ. എനിക്ക് അവന് ഇച്ചിരി പേടിയാ. കുട്ടിക്കലവറ powered by Dish Gold Dishwash. നമസ്കാരം. നമസ്കാരം. ചാരുവും കൂട്ടുകാരും ബിസിയാണ്. ഒരു ചെറിയ അടിച്ചുപൊളി. ഇതൊക്കെയാണ് കുട്ടിക്കലവറയിലെ വിശേഷങ്ങൾ. നമസ്കാരം. ഫ്രൂട്ട് ഓമൻസ് കുട്ടിക്കലവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രൂട്ട് ഓമൻസ് കുട്ടിക്കലവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ ഒരു കുഞ്ഞുവാവയുടെ ഒരു ചെറിയൊരു കുറവുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞിട്ട് എന്നെ നോക്കിയത്? പക്ഷെ പ്രേമി എന്നെ അല്ല ഉദ്ദേശിച്ചെന്ന് എനിക്കറിയാം. ആ ആളെ വിളിച്ചാലോ? ഓ സുന്ദരികളെ, അയ്യോടാ, എല്ലാരും ഒന്ന് കൈയടിച്ച് കഴിഞ്ഞാൽ കുഞ്ഞാവെ വിളിക്കാൻ പോവാണ്. കുഞ്ഞുവാവേ. കുട്ടിക്കലവറയിലും ഇനി നേരം 3 മണി. കടുവായെ പിടിച്ച കിടുവ എന്നൊക്കെ പറയുന്നത് പോലെ കുട്ടിക്കലവറയുടെ കുറുമ്പന്മാരെക്കാളും കുറുമ്പുമായി കുട്ടിമണി. ഇതാരാ ആരാ വന്നിരിക്കുന്നേ? അമ്മ പറയും എന്റെ പേര്. പറ. മുത്തുമണിയോ? അല്ല, 3 മണി കഴിച്ച് ഞാൻ കഴിച്ചു. എനിക്ക് വേറെ പേരുണ്ട്. കുട്ടിമണി. കുട്ടിമണി, എങ്ങനെ ഇവിടെ എത്തി? നാണേ എങ്ങനെയോ ഇവിടെ എത്തി. സ്വപ്നത്തിൽ വന്നാന്ന് തോന്നുന്നു. തൊപ്പനത്തില് വന്നാണോ? കുഞ്ഞാവ തൊപ്പനത്തില് വന്നതാ. പ്രേമി ചേച്ചി പറഞ്ഞ കുഞ്ഞാവനെ വിളിക്കാൻ പറഞ്ഞ. പക്ഷെ ഇത് ഇച്ചിരി പൊക്കം കൂടിപ്പോയല്ലോ. അത് തോന്നുന്നതായിരിക്കും മോന്. അല്ല, വലിയ ഭാവിയല്ലേ? അല്ല, മോന് പൊക്കത്തിൽ ഇരിക്കുന്നോണ്ട് തോന്നുന്നതാ. അതുകൊണ്ട് തോന്നുന്നതാ. അങ്ങനെ തന്നെയാണ്. ആട്ടോ, ചേട്ടനെ കണ്ടില്ലേ? ഇവിടെ കുഞ്ഞുവാവ, അതെന്താ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുട്ടിമാണി. കുട്ടിമാണിയല്ല, കുട്ടിമണി. കുട്ടിമണി. മണി മണി. അതാണ് ഇങ്ങനെ മണിമണി പോലെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ വർത്താനം പറയും. ഉറക്കത്തിലും പറയും. ഉറക്കത്തിൽ എന്തൊക്കെ പറയും? ഉറക്കത്തി ബിരിയാണി വേണമെന്ന് പറയും, ഐസ്ക്രീം കഴിക്കണം എന്ന് പറയും. ഇപ്പൊ കുട്ടിമാണി പാപ്പൻ തിന്നാ വന്നതാ കുട്ടിക്കലവറയില്. പാപ്പ ഇന്നാ വന്നതാ. ബിരിയാണി ഉണ്ടോ ഇവിടെ? ബിരിയാണി ഉണ്ടാക്കാൻ ആർക്കാ അറിയുന്ന? ആർക്കെങ്കിലും ചിക്കൻ ബിരിയാണി അഞ്ഞൂടാ. ഐസ്ക്രീം അറിയോ? ഐസ്ക്രീം വേറെ ആരെയാ കൂട്ടണ്ടേ? കുട്ടിമണിയുടെ അച്ഛനെ കൂട്ടാൻ പോലെ. എന്റെ അച്ഛൻ ഇല്ല. ഇച്ചിനെ കുട്ടിക്കൊണ്ട് വരാൻ. മനുഷ്യനാ? മനുഷ്യൻ ജോലിക്ക് പോയി, കാർ ഓടിക്കാൻ പോയി. ഹലോ, മനുഷ്യൻ ഉദ്ദേശിച്ച ആരാ? എന്റെ ഭർത്താവ്. എന്റെ ഭർത്താവാ മനുഷ്യൻ. ഭർത്താവ്. 7 മണി
അപ്പൊ നമ്മുടെ ഒരു നിമിഷം എനിക്ക് മമ്മള വിദ്യയൊക്കെ അറിയാം. മമ്മട വിദ്യ മമ്മട വിദ്യയൊക്കെ അറിയാം. ആ അങ്ങനെയൊന്നും പഠിപ്പിച്ചാൻ പറ്റത്തില്ല. എനിക്ക് അവന് ഇച്ചിരി പേടിയാ. ആരാ? ആ നീല ട്രൗസർ ഇട്ടിരിക്കുന്നവനെ. അയ്യേ എന്താ അത്? അവൻ എന്നെ ഇപ്പൊ ഇങ്ങനെ അടിക്കാനൊക്കെ തുടങ്ങി. ശേ എനിക്ക് വാവയ്ക്ക് പേടിയാ. അങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ. കത്തമുത്തേ, അയ്യോ, ഇച്ചിരി അടുത്ത് നിൽക്കോ? 3 മണി അല്ല, കുട്ടിമണിയോ. അയ്യോ ദേ വാവ കരയും. കുട്ടിമണിയോ, കുട്ടിമണിയാ. കുട്ടിമണിയോ. ഞാനിപ്പോ പോവേ. അയ്യോ പോലെ. കുട്ടിമണി. കുറ്റിമാനി കുറ്റിമാനി കുറ്റിമാനി. കുട്ടിമാനിയുടെ ഒരു പാട്ട് കേട്ടാലോ? ഒരു പാട്ട് പാടിച്ചാലോ ചേട്ടാ? ആ കുട്ടിമാനിയുടെ പാട്ട്. അമ്പിപ്പശുവിന്റെ പാട്ടാ പറയാൻ പോണെ. അമ്പിപ്പശു എന്റെ ഭയങ്കര കൂട്ടുകാരനാ. അമ്പി പശുവിന് പാലെത്ര അമ്മയുടെ ഗേമ ഒന്നാണ്, അമ്പി പശുവിന് കൊമ്പെത്ര അമ്മയുടെ ഗേമ 2ആണ്, അമ്പി പശുവിന് പാലെത്ര അമ്പി പശുവിന് പാലെത്ര നായി നായി ഇരുന്നായി, അമ്പി പശുവിന് പാലെത്ര 1 1 3 സൂപ്പർ. സൂപ്പറാണോ? സൂപ്പർ. അടിപൊളിയാണോ? അടിപൊളി അടിപൊളി. ഏട്ടന് ഇഷ്ടായില്ലേ? എനിക്കിഷ്ടായി. ഏട്ടാ എന്താ കൈയടിക്കാത്തെ? ഞാൻ കൈയടിച്ചല്ലോ. കണ്ടില്ല. പിന്നെ ഇത്ര ആൾക്കാരുടെ എന്റെ ഇങ്ങനെ സൗണ്ട് കേൾക്കാറ്. കുഞ്ഞു കൈയല്ലേ? കുഞ്ഞു കൈയായിട്ട് ശബ്ദം കുറവായിരുന്നു, പക്ഷെ ഗംഭീരായിരുന്നു. ഗംഭീരമായിരുന്നു അല്ലേ? അതെ അതെ. മിമിക്രി അറിയോ? മിമിക്രി. വീട്ടിലൊരു ആക്രിക്കാരൊക്കെ. ആക്രി അല്ലേ വെച്ചാ മിമിക്രി. മിമിക്രി മിമിക്രി മമ്മൂട്ടി മോഹൻലാൽ. അതെ, എങ്ങനെയാണ് 2 നടന്മാരെ ഒന്ന് ചെയ്ത് കേൾക്കട്ടെ. ഓമ എന്താ ഈ മുഖം? ഇനി മോഹൻലാൽ. മോഹൻലാൽ. ആ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തായും. ആ എന്തിനാ അതിങ്ങനെ താഴുന്നേ? അതെ, ചെറുപ്പത്തില് കുറ്റിയായപ്പോ എന്തോ ഇങ്ങനെ ഭാരമുള്ള എന്തോ എടുത്തു. ഈ സൈഡ് എന്തെങ്കിലും തന്നുപോയതായിരിക്കും. ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം. ശരി, ആ നോക്കാം നമുക്ക്. ഇങ്ങനെ വടി കൊടുത്ത് ഞാൻ അടി വാങ്ങിച്ചു. ചേട്ടാ കറക്റ്റായിട്ട് കൊണ്ട് വെച്ചും കൊടുത്തു. കറക്റ്റായിട്ട് ഞാൻ വെച്ചു കൊടുത്തു. അത് ഞാൻ മിസ് ചെയ്തില്ല. ഇല്ലില്ല. ഓക്കെ, എന്തായാലും മോഹൻലാൽ അടിപൊളി. നന്നായി. അതെ. ഇനി മമ്മൂട്ടി. മമ്മൂട്ടി. ആ മമ്മൂട്ടി മമ്മൂട്ടി. ശരി. അതല്ലേ കഴിഞ്ഞോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നന്നായിട്ടുണ്ട്. ഗംഭീരായിട്ട് ചെയ്തേ. തങ്കു തങ്കു. ഓക്കെ. സീരിയലൊക്കെ കാണാറുണ്ടോ? സീരിയൽ കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള സീരിയൽ ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള സീരിയല് കറുത്തമുത്തെന്ന് പറയാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പറയൂല. ഈ കറുത്തമുത്തിനെ കണ്ടാലറിയോ? കണ്ടാ മൊത്തത്തിൽ കറുത്തിരിക്കുന്നേ, അതുകൊണ്ട് കുറെ ടോർച്ചൊക്കെ അടിച്ചു നോക്കിയിട്ട് കണ്ടാ മനസ്സിലായി പറയാം. ഇവിടെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും അറിയോ? ആരും അറിയുന്നേ? കുട്ടിമണി. മീനാച്ചി. ആരാ? മീനാച്ചിയോ? മീനാച്ചി 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 അറിയാം. എന്തോണ്ടല്ലോ പരസ്പരം. അത് തന്നെ ആ സാധനം. അതിലെ മീനാച്ചി. ആ സാധനം. സാധനം ദുട്ടത്തിയാ. അല്ല ഇവളും ചണ്ട കൂടും. അവിടെ ഒരാളുണ്ടല്ലോ, തീ 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 ആദ്യമായിട്ട് എപ്പോഴും ഇല്ലല്ലോ, ഇപ്പൊ പിണങ്ങാറില്ലല്ലോ. ഇപ്പൊ പെണക്കൊക്കെ നിർത്തിയോ? ഇപ്പൊ നിങ്ങള് ഭയങ്കര കൂട്ടാ? നല്ല കൂട്ടോ. അപ്പൊ ഇപ്പൊ ആരാ അവിടെ അടി കൂടെ ഉള്ളത്? വേറെ ആരുമില്ല. പിന്നെ ആരെ അറിയും? ഊർമിള ആന്റി. എനിക്കറിയാം. ഊർമിള. ഇഷ്ടാണോ? പാവല്ലേ. ആദ്യമൊക്കെ അമൃതയായിട്ട് അടി കൂടുമായിരുന്നു അല്ലേ? ഇപ്പൊ പാവാന്ന് തോന്നുന്നു. എനിക്കിഷ്ടാ. കുട്ടിമണി അറിയാം. ഹിന്ദി എനിക്ക് അഞ്ഞൂടാ. ഹിന്ദി കുട്ടിമണിക്ക് അറിയില്ല. തമിഴ് ഇച്ചിരി അറിയാം. സൗഖ്യമാ? ഉനക്ക് സൗഖ്യമാ? நான் ரொம்ப சௌக்கியமா இருக்கேன்.
குட்டிமணி சௌக்கியமா? நான் ரொம்ப நல்ல சௌக்கியமா இருக்கேன். சாப்பிட்டாச்சா? ஓ சாப்பிட்டாச்சா? சாப்பிட்டாச்சு. பசிக்குதா? பசிக்குது. என்ன வேணும்? பிரியாணி வேணும். ஓ ஐஸ்கிரீம் வேணும். ஐஸ்கிரீம் வேணும். ஐஸ்கிரீமோ? அப்பா நான் வாங்கி தரேம்மா. ஐயோ ചെல்லம். പാൻറ്റിട്ടിരിക്കുന്ന ഷർട്ടിട്ട ചേച്ചി. ചേച്ചിയുടെ പേര്? ചേച്ചിയുടെ പേര് നിഷ. നിഷ. വേറെ എന്തായാലും കൂടി ഇല്ലേ? ഒരു വാലുണ്ട്. എന്താ വാല്? അലങ്കാരോ? എന്താ സാധനം? എന്താ സാധനം? എന്റെ അച്ഛനാ. ഷാരംഗ് എന്ന് പറഞ്ഞ പേരല്ല അച്ഛനോ? ഷാരംഗ് എന്ന് പേരുണ്ടോ? എന്റെ അച്ഛന്റെ പേര് അച്യുതന്നാ. ഓ അത് ശരി. കുട്ടിമണി കുട്ടിക്കലവറ കാണാറുണ്ടോ? ഒരുപാട് വിശക്കുമ്പോഴേ എനിക്ക് വീട്ടില് കഞ്ഞിയും ചമ്മന്തിയും മാത്രമല്ലപ്പോ ഞാൻ കുട്ടിക്കലവറ കാണും. ഈ കുട്ടിക്കലവറയിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താ? ഭക്ഷണം ഉണ്ടാക്കുന്നതാണോ? കുട്ടിമണിക്ക് എന്താ ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം ഭക്ഷണം ഉണ്ടാക്കുമ്പോ കത്തിനത്തില്ലേ കൊറേ എന്റെ കൂട്ടുകാര്, അതെനിക്ക് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് എനിക്കിങ്ങനെ അതാണ് എനിക്ക് ഇഷ്ടം. കുട്ടിമണിക്ക് ദേഷ്യം വരുമോ? പിന്നെ ചേട്ടനോടൊന്ന് ദേഷ്യപ്പെട്ടെ? ചേട്ടനോട് ദേഷ്യപ്പെടാൻ എനിക്ക് തോന്നുന്നില്ല. കണ്ടോ, അതാണ് ഞങ്ങള്. എന്നാ മീനാക്ഷിയോട് ദേഷ്യപ്പെട്ടാലോ? മീനാക്ഷി എന്നെ ആരെയും ദേഷ്യം പിപ്പിച്ചാൽ മാത്രമേ ഞാൻ ദേഷ്യപ്പെടുത്തുള്ളൂ. വെറുതെ ഞാൻ ദേഷ്യപ്പെടുത്തേയില്ല. ഒരു മിനിറ്റ്, ഇത്രയും പേരോട് സംസാരിച്ചില്ലേ? എന്നെ അറിയോ? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടിട്ടുണ്ട്? കല്യാണം ഇന്ദിഗോ? അതെന്തുവാ? എന്താ അത്? ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ് അല്ലേ? വിമാനം. വിമാനം. വിമാനത്തിലെ ചേച്ചിയാ? ചേച്ചിയാ. ശ്രീബാല. ശ്രീബാല കാണാറുണ്ടോ? ശ്രീബാല കാണാറുണ്ട്. ഇല്ല, കാണാറില്ല. കുട്ടിമണിക്ക് എന്താ ഇത്രയും വിശപ്പ്? എന്താന്ന് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. എന്റെ വയറ് തന്നെത്താനെ വിശക്കുന്നതാ. ഞാനായിട്ട് പറയുന്നതല്ല, വയറ്റിന്ന് പറയുന്നതാണ്. അത് വേണം ഇത് വേണം, ഞാൻ എന്ത് ചെയ്യാനാ? ഈ വളയൊക്കെ കൊള്ളാലോ. അല്ലേ? വളകളുണ്ട് കുട്ടിമണിക്ക് അല്ലേ? എവിടെന്നാ ഇത്? ഇത് എന്റെ മനുഷ്യനെ വാങ്ങിച്ചാ അച്ഛൻ വാങ്ങിച്ചാടും. മനുഷ്യനെ അച്ഛൻ വാങ്ങിച്ചിടും. ഒരെണ്ണം എനിക്ക് പാവം കറുത്തതല്ലേ, ഒരു വളയൊക്കെ ഇട്ട് ആരെങ്കിലും കാണും. വളയൊന്നും ഇട്ടാ കൊള്ളൂല. ഇവിടെ കൊള്ളൂല. കുട്ടിമണിക്ക് അതൊക്കെ ചേരുള്ളൂ അല്ലേ? അതാണ്. അപ്പൊ കുട്ടിമണി ഉറങ്ങുമ്പോഴൊക്കെ വളയിടുവോ? ഉറങ്ങുമ്പോ ഞാൻ ഇങ്ങനെ കുളിക്കുമ്പോ പോലെ ഇങ്ങനെയാ കുളിച്ചത്. എങ്ങനെ ഡ്രസ് ഇല്ല, ഉറങ്ങുമ്പോഴും ഒക്കെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ കുട്ടിമണി കുഞ്ഞു ആവല്ലേ? ഈ കാര്യമൊക്കെ പറയുമ്പോഴേ ഒരുപോലെയുള്ള കുറച്ച് ആൾക്കാർ ഒരുപോലെ ഒന്ന് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു. അതാണ് ഞങ്ങൾക്ക് നേരത്തെ തോന്നി ചേട്ടനായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ. ഞാൻ അങ്ങോട്ട് പറയണമെന്ന് വിചാരിക്കായിരുന്നു. ചേട്ടൻ എന്താ വിചാരിക്കാന്ന് ഓർത്ത ഒരു വിഷമം. പക്ഷെ അത് അടിച്ച പോസ്റ്റിൽ നിന്ന് ബോൾ എടുത്തോണ്ട് വന്ന പോലെ ആയിപ്പോയി. ഏത് പോസ്റ്റിലാ ഗോൾ അടിച്ചേ? ഞാൻ ഇവിടെ ഒരു ഗോൾ അടിച്ചത്. ഇല്ല, കിട്ടില്ല മാറുന്നു. പിന്നെ കിട്ടിയില്ല. പിന്നെ 8 മുട്ടും തിരിയാത്ത ആ കുഞ്ഞിനോട് ചോദിക്കുക അതിന് കിട്ടിയോന്ന്. എന്ത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. ഒന്ന് കൈയടിച്ചേ. അത് മോശമായി പോയി, പറഞ്ഞ് കൈയടിപ്പിച്ചത് മോശമായി പോയി. ഇല്ല, അത് കട്ട് ചെയ്തോടും എഡിറ്റിങ്. എന്തായാലും കൊള്ളാം. കുട്ടിമണി ഇവിടെ വന്നിട്ട് കുട്ടിമണിക്ക് എന്താ ഇഷ്ടായേ? ആരെ ഇഷ്ടായേ? എന്തൊക്കെയാ ഇഷ്ടായേ? ആ വാവെ ഇഷ്ടായി. ഞാൻ പോകുമ്പോ കൊണ്ടുപോകും ആ വാവെ. വാവയെ കൊണ്ടുപോകും. എനിക്ക് എന്റെ കിങ്ങിനെ പോലെ തന്നെ ഞാൻ ഒക്കത്ത് വെച്ച് കളിപ്പിക്കും. പാട്ട് പാടി കൊടുക്കും, ഭക്ഷണം കൊടുക്കും. എന്താ ചെയ്യിനെ? കുട്ടുമണി, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എന്തിന്? എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു, വാവേന്ന് പറഞ്ഞു, അതുപോലെ എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ? ഞാൻ വരാട്ടോ. അപ്പൊ ടാറ്റ, താങ്ക് യു. അപ്പൊ നമ്മുടെ ഫ്ലവേഴ്സിന്റെ പ്രേക്ഷകരെല്ലാവരും നമ്മുടെ കുട്ടിമണിയെ കണ്ട് സന്തോഷത്തിൽ. കുട്ടിമണി എത്ര പ്രാവശ്യം പറഞ്ഞു കുട്ടിമണി? എന്റെ അമ്മ എന്നെ കൊന്നേനെ ഇപ്പൊ. ഇനി ബോധം വിവരം ബുദ്ധിയൊന്നും ഇല്ലേ? ഇതിനെ കണ്ടപ്പോ എന്റെ ബോധം പോയി. ഇവിടെ കൊണ്ട് നിർത്തിയത് നിങ്ങൾക്കൊക്കെ സമ്മതാണ്. ഇനി തൊട്ട് ഞാൻ നിന്നാളെ ഇവിടെ. കൈ വെച്ച്
ഇതിലും വേറെ ഞാനാ. അതില് വേദന ഞാനാണ്. അതെല്ലാവർക്കും ഇഷ്ടമായി. മനസ്സിലായി സത്യം ഇല്ലേ? കണ്ടോ, എന്റെ സ്ഥാനം കളയാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. അതാരും മോഹിക്കണ്ട. പുതിയ സ്ഥിരതയില്ലെങ്കിലും സ്ഥിരതയുണ്ടെങ്കിലും ആരും ഈ സ്ഥാനം മോഹിക്കണ്ട. കേട്ടാ? കേട്ടല്ലോ? ആരും മോഹിക്കണ്ട. ആരും മോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുട്ടിമണിയെ പയ്യെ അങ്ങ് പറഞ്ഞു വിട്ടാലോ, ഇല്ലെങ്കിൽ ഡേഞ്ചറസാ. ആലോചിക്കട്ടെ. പോവണ്ട. ആ മോനെ, ആ വാവേ എന്നെ ഇവിടെ വിടാം. ഏത് വാവേ വേണ്ട? മോനെ കിങ്ങിനെ കപ്പിച്ചാണ്. ചെല്ലടാ. ഏതാ? വാ അല്ല വാ, ഇഷ്ടമുള്ളവരൊക്കെ എന്റെ കൂടെ വന്നോ. വാ. പോകുന്നുണ്ടാ? ഇല്ല. അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോയാലേ ആ, ആകാശദൂത് സിനിമയുടെ ക്ലൈമാക്സ് വരെ. കുട്ടിമണിക്ക് ഒരു ടാറ്റ കൊടുത്തല്ലോ. ഉറങ്ങിക്കോ. ശരി, ഉറങ്ങിക്കോ കേട്ടോ. അപ്പൊ പറഞ്ഞ പോലെ ടാറ്റ. എല്ലാവർക്കും ടാറ്റാ. കുട്ടിക്കലവറയിൽ ഇപ്പോ ഔട്ടിങ്ങിന്റെ സമയമാണ് എന്ന് തോന്നുന്നു. വീണ് കിട്ടിയ ഇടവേളയിൽ തന്റെ കുട്ടികളുമായി ഒരു കറക്കത്തിനെത്തിയിരിക്കുകയാണ് ചാരു. കുറച്ചൊന്ന് കറങ്ങിയപ്പോഴേക്കും വിശപ്പിന്റെ വിളി 3 പേർക്കും കിട്ടി. എന്നാ ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം. ദേ വന്നു ദാ പോയി എന്ന് പറയുന്നത് പോലെ ചിക്കൻ വന്നതും തീർന്നതും ഒരുമിച്ചായിരുന്നു. ചാരു ചേച്ചി വാ, ചാരു ചേച്ചി വാ, ചാരു ചേച്ചി വാ, ഇവിടെ ഇവിടെ. ചിക്കൻ അകത്തെത്തിയതോടെ ജിയോ തനി നിറം പുറത്തെടുത്തു. ചാരുവുമായി ചെറിയൊരു സംഘടനം. അതിങ്ങനെ തുടങ്ങി വന്നപ്പോഴേക്കും ഭാഗ്യത്തിന് അരുന്ധതി ചാരുവിന്റെ രക്ഷയ്ക്കെത്തി. അവിടെ ചെന്നിരിക്ക. എന്തിനാ അവിടെ ചെന്നിരിക്ക? കാര്യം പറയാം. ഇനി ഒരു ചിത്രരചനയാണ്. മൊണാലിസയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ ചാരു നന്നായിട്ടൊരു പോസ് അങ്ങോട്ട് കൊടുത്തു. കഴിഞ്ഞോ? ഇല്ല. ഷോ കൊറേ നേരം ഇരിക്കുന്നു. അത്രയും നോക്കിയാൽ അത്രയും വരച്ചാൽ മതി. അത്രയും വരച്ചാൽ മതി. നോക്കട്ടെ എന്താ അറിയാ, നോക്കട്ടെ. കുഞ്ഞി കുറുമ്പന്മാർ വരച്ച തന്റെ ചിത്രം കാണാൻ ഓടിയെത്തിയ ചാരു ഞെട്ടിപ്പോയി. ഇതെന്താ ചക്കയ്ക്ക് കണ്ണുമൂക്ക് വെച്ചതോ? നിങ്ങള് പടം വരക്കണൊക്കെ കൊള്ളാം, പക്ഷെ ഇങ്ങനെ കളിയാക്കണ്ട കേട്ടോ. ഇതെന്തായാലും ശരിയായില്ല, ശരിയാവില്ല. കുട്ടികളുടെ ഈ തമാശ ചാരുവിന് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ചില്ല. ചാരു പിണങ്ങിയോ? അതെ, ചാരു പിണങ്ങി. സോറി ചേച്ചി, സോറി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ജിയോയും അരുന്ധതിയും കൂടെ കൂടിയപ്പോ ചാരുവിന്റെ പരിഭവം അലിഞ്ഞില്ലാതായി. അവസാനം ചാരു ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങി. പടം വരയ്ക്കണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിച്ചുതരാം. എന്താ ആ ചിത്രമെന്നല്ലേ? ഒരു കുടുംബ ചിത്രം. കൊള്ളാവോ? ഇതാരാ? 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 ജിയോ. നമ്മൾ എവിടെയാ ഉള്ളത്? കുട്ടിക്കലവറയിൽ. ഇതൊക്കെയാണ് കുട്ടിക്കലവറയിലെ വിശേഷങ്ങൾ. അപ്പൊ സ്റ്റേ ട്യൂൺ ടു കുട്ടിക്കലവറ. നല്ല ചിത്രമല്ലേ? ചാരുവും കൂട്ടുകാരും ഇങ്ങനെ ചിത്രവും വരച്ച് കറങ്ങി നടന്ന എങ്ങനെയാ? ദാ അവിടെ പ്രേമിയും പക്രു ചേട്ടനും കുട്ടിക്കലവറയിലെ കുട്ടി കൂട്ടുകാരും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വേഗം വാ. അജയേട്ടാ, യെസ്. എന്താണ് പുതിയ വിഭവം? പുതിയ വിഭവം എന്താണെന്നുള്ളത് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചാരു, എപ്പോ വന്നു? ഇപ്പറ്റേ ഉള്ളൂ. സുഖായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷം?
നല്ല വിശേഷങ്ങൾ. ഞങ്ങളിതാ കുറെ കുക്കിങ്ങും കാര്യങ്ങളും അവിടെ അടിച്ചു പൊളിച്ച് താമസിച്ചു. അടിച്ചുപൊളിയൊന്നുമല്ല ചേട്ടാ, ഇവരെന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട്. അതെ. ഇല്ലേ? വാ ചോദിക്കട്ടെ. ഇങ്ങോട്ട് വരിക. ചാരു വെൽക്കം. ചാരു വെൽക്കം ടു ടോമാൻസ് കുട്ടിക്കളവറ പവർഡ് ബൈ ഡിഷ് ഗോൾ ഡിഷ് വാഷ്. താങ്ക് യു. അവര് പഠിച്ചു ഇവിടെ. എങ്ങനെ പഠിക്കാണ്ടിരിക്കും പിള്ളേര്? ഞങ്ങളൊക്കെ ഇടയ്ക്ക് വന്നു പോകുന്നു, പക്ഷെ പ്രേമി ആദ്യം തൊട്ട് അവസാനം വരെ ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ പിള്ളേര് കേട്ട് അവർക്ക് രാത്രി ഉറക്കത്തിൽ വരിക പറയുന്നതെന്നാ പറയുന്നത്. ഞങ്ങളെയും കൂടി പഠിപ്പിച്ചല്ലോ കടാ. ഞാൻ പറഞ്ഞു അവരെയും കൂടെ പഠിപ്പിച്ചു. എന്നൊരു കാര്യം ചെയ്യാം. മോളുടെ പേരെന്താ? അരുന്ധതി. അരുന്ധതി ഒരു കാര്യം ചെയ്യും. നമ്മുടെ പ്രേമി പറയുന്ന പോലെ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പ്രേമി വിശേഷം? പ്രേമി മെലിഞ്ഞു പോയല്ലോ. നല്ല വിശേഷം. അതെ. പ്രേമി ഇന്ന് സുന്ദരിയായിരിക്കുന്നു. താങ്ക് യു. പിന്നെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങള്? ഞങ്ങള് ഹോളിഡേയിൽ കുറച്ച് ദിവസമായിട്ടൊരു ഫാമിലീനെ പോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ കുക്കിങ്ങിലേക്ക് ഓരോരോ സ്റ്റെപ്പ് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. അരുന്ധതി കുറേ കാര്യങ്ങൾ ജീവനെ പഠിപ്പിക്കുന്നുണ്ട്, ജീവ അതൊക്കെ പഠിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എവിടെയൊക്കെ കുരുത്തക്കേട് കാണിക്കാമോ അതൊക്കെ ചേട്ടൻ പോയി കാണിച്ച് നല്ല ആരോഗ്യവാനായിട്ട് അവരെയൊക്കെ പേടിപ്പിച്ച് നിർത്തിയേക്കോ എനിക്ക് തോന്നുന്നു. ചാരു എന്താണ് ഇവരെ പഠിപ്പിക്കുന്നത്? ഞാനോ? കുക്കിംഗ് പഠിപ്പിക്കും. കുക്കിംഗ് പഠിപ്പിക്കും. സോറി. കുക്കിംഗ് പഠിപ്പിക്കാറില്ല, ഇവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യണം, പിന്നെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. പിന്നെ ഏത് ഫുഡ് ഐറ്റത്തിന്റെ ആണ് ചാരു പറഞ്ഞു കൊടുത്തത്? അങ്ങനെയല്ല, നോർമൽ ജനറൽ ആയിട്ട് നമ്മള് കൊള്ളില്ലാത്ത ഭക്ഷണവും വിളമ്പുമ്പോൾ നന്നായിട്ടിരുന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ഇംപ്രഷനിൽ നമ്മൾ ടേസ്റ്റ് ചെയ്തു പോകും. അപ്പൊ ആ ഒരു കാര്യം ഇങ്ങനെ പലതും നിങ്ങൾ രണ്ടുപേരും കൂടെ, ഇവർ രണ്ടുപേരും ആദ്യം വന്നപ്പോ ദുഷ്മനായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ചേർന്ന് അരുന്ധതി ഇതെടുക്കണം എന്ന് പറഞ്ഞ ഇവൻ പറയാത് വേണ്ടാന്ന് പറയും. ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഒന്ന് മിങ്കിൾ ചെയ്ത് വരുന്നത്. ഈ ചാരു എങ്ങനെയുണ്ടായിരുന്നു ജിയോ? നിങ്ങൾ അത്രേ ഉള്ളോ? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലേ? എനിക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ നോക്കട്ടെ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരാറുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാ പറഞ്ഞു തരാറില്ലേ? കുക്കിങ്ങിന്റെ സേഫ്റ്റി എല്ലാം പറയാറുണ്ട്. ഓ, സേഫ്റ്റി സൈഡ്. സേഫ്റ്റി എഞ്ചിനീയർ ആണോ? പിന്നെ ആദ്യത്തെ ദോശ സെഗ്മെന്റ് കഴിഞ്ഞപ്പോഴേക്ക് രണ്ടാൾക്കാരുടെയും കയ്യിൽ മുഴുവൻ അവിടെ ഇവിടെയൊക്കെ പാടുകളായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ ഇനി ദൈവത്തെ ഓർത്ത് കരിഞ്ഞു പോയാലും വിഷയമില്ല, നിങ്ങളുടെ കയ്യിലൊന്നും പറ്റരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങക്ക് ഫസ്റ്റ് കിട്ടി. കിട്ടിയോ? 2 പ്രാവശ്യം. വെരി ഗുഡ്. ഒരു നല്ല ക്ലാപ്പ് കൊടുക്കണം. നമ്മുടെ കുഞ്ഞു കുട്ടികള് 2 ഫസ്റ്റ് വാങ്ങിച്ചിരിക്കാണ്. ഏതൊക്കെ ഐറ്റത്തിനാ ഫസ്റ്റ് കിട്ടിയത്? പീനട്ട് ബട്ടറിനും സ്ട്രോബെറി സ്മൂത്തി, ബനാന സ്പ്ലിറ്റിനും. പീനട്ട് ബട്ടറും ബനാന സ്പ്ലിറ്റും. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ. പേര് പോലും പറയാൻ അറിയില്ല. പക്ഷെ അത് തന്നെ സ്പ്ലിറ്റ് ആയിപ്പോയി. തേർഡും സെക്കൻഡും കിട്ടി. പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ, അങ്ങനെ മോളെ ജയിച്ചു വന്നപ്പോഴത്തേക്ക് നീ ചാരു ചേച്ചി എന്താ വാങ്ങിച്ചു തന്നത്? എന്താണ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്രേറ്റ് ട്രീറ്റ് ചെയ്യാനിരിക്കുക ഇവരെല്ലാ സെഗ്മെന്റും കഴിഞ്ഞിട്ട്. ഞങ്ങള് ഫസ്റ്റ് മേടിച്ചോണ്ട് വന്നപ്പോ ചാരു ചേച്ചി കണ്ടുപോലും ഇല്ല, എവിടെയാന്ന് പോലും അറിയത്തില്ല, തപ്പി നടക്കുമായിരുന്നു. കണ്ടോ? നല്ല മെന്ററാണ്. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു, മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. എന്റെ ഒരു സിൻസിയാരിറ്റി മനസ്സിലാക്കും. പക്ഷെ ആദ്യമായിട്ടാ കേട്ടോ, ചാരിച്ചേച്ചി മുട്ടിന് വേദനയുണ്ടോ? പക്ഷെ ആദ്യമായിട്ടാണ് കുട്ടികൾ ജയിച്ചു വന്നപ്പോ മെന്റർ ഒളിച്ചോടി പള്ളിയിൽ പോയിരുന്നു. മുട്ടുകുത്തി പ്രാർത്ഥന. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുട്ടുകുത്തി പോവാറുണ്ടോ പ്രാർത്ഥിക്കാൻ? ഇവര് കുക്കിങ്ങിന് പോകുമ്പോ മാത്രം. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡില് ഏതൊക്കെ ഫുഡ് ഉണ്ടാക്കി ഇവിടെ നിങ്ങള്? ഞങ്ങള് ബുൾസൈ, ദോശ, സാൻഡ്വിച്ച്, ഫ്രൂട്ട് സലാഡ്, സ്ട്രോബെറി സ്മൂത്തി, ഈ ദോശയും മുട്ടയൊക്കെ നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്നതല്ലേ. ഇവിടെ വന്നിട്ട് നിങ്ങൾ വീട്ടിൽ കഴിക്കാത്ത അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കാത്ത ഏത് ഫുഡ് ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയത്? ബനാന സ്മൂത്തി അല്ല, ബനാന സ്പ്ലിറ്റ്. ചാരുവിന്റെ എക്സ്പ്രഷൻ മനസ്സിലായില്ലേ? ഇതൊക്കെ എന്ത് സംഭവങ്ങളാണ്?
ഇതൊക്കെ എപ്പോ സംഭവിച്ചു? ചാരു ഇതിലേതൊക്കെയായിട്ട് ചാരു പരീക്ഷിച്ചിട്ടുണ്ട്? ഇതിലൊന്നും ഞാൻ പരീക്ഷ നോക്കിയിട്ടില്ല, കാരണം വീട്ടിൽ പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഞങ്ങള് ഇവിടെ തന്നെയല്ലേ, ഞങ്ങൾ എപ്പോ വീട്ടിൽ പോകും. ചാരുവിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്തോട്ടെ, നമ്മൾ ശല്യം ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും. അപ്പൊ ഇനിയെങ്കിലും അടുത്ത തവണ ഇതൊക്കെ ചെയ്ത് പരീക്ഷിച്ച് വരണം. ഒരു സ്പൂണെങ്കിലും എടുത്ത് ഇവരൊന്ന് കൊടുത്ത് ഹെൽപ്പ് ചെയ്യണം. ചന്ദനമഴയിൽ പോലും അവൾ അടുക്കളയിൽ കയറുന്നില്ല. കണ്ടോ? അപ്പൊ എന്താ ചെയ്യാ? അല്ലേ കയറുന്നുണ്ടോ? ഇല്ലല്ലോ. മായാവതി ഇല്ല. ദ്രോഹിക്കുവോ? മായാവതി ദ്രോഹിക്കുവാന്ന്. എങ്കിലും എനിക്ക് ചാരുശേഷി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ചാരുശേഷി. ഇതെല്ലാ കുട്ടികളും എന്താ അവരെ മെന്റർ മാത്രം ഇഷ്ടാന്ന് പറയുന്നേ? അല്ല, ആദ്യമായിട്ട് ആർക്കും ഇഷ്ടല്ലേ? ശാലു ചേച്ചിനെ എനിക്ക് ഇഷ്ടം. ശാലു ചേച്ചിയാണോ ചാരു ചേച്ചിയാണോ? ശാലു. അപ്പൊ എന്നെ ഇഷ്ടല്ലേ? കേട്ടോ? അല്ല, എന്റെ ഇഷ്ടമാണ് ഞാനാ. എന്നെയാണോ ഇഷ്ടം? ഇനി ഞാൻ ലഡു മേടിച്ചു തരാം കേട്ടോ. കേട്ടോ, ഞാൻ ലഡു മേടിച്ചു തരാം. ചാരു ചേച്ചി വിചാരിച്ചിരിക്കുന്നത് ഇവരെ കുക്കിങ്ങിൽ മാത്രം സഹായിച്ചാൽ മതി, നമ്മുടെ സഹായം വേണ്ട, അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഞങ്ങൾ വിടില്ല. അതായത് ഇവരെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടും മെൻറ്ററിന്. അപ്പോൾ ഇവരെന്താ, ചാരു ചേച്ചി എന്താ പഠിപ്പിക്കുന്നത് നിങ്ങളെ? ചാരുശേഷി നമ്മളെ പഠിപ്പിക്കുന്നത് അരുന്ധതി നല്ലോണം പാട്ട് പാടും, ഡാൻസ് കളിക്കും. ജിയോ നല്ലോണം കളരി അജേട്ടാ, ഒരു കാര്യം ചെയ്യാം, എനിക്കിവിടെ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണം. ഇവർ 2 സ്റ്റെപ്പ് കളിക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, വെറുതെ ഒരു മ്യൂസിക് വരുന്നു, നിങ്ങൾ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ഡാൻസ് ചെയ്യും. അതെ, ഓക്കെ, എൻജോയ് എൻജോയ്. എനിക്കറിയില്ല. എന്തുണ്ടാക്കണാവേ എന്തുട്ടത്, എന്തുണ്ടാക്കണാവേ എന്തുട്ടത്, അമ്മട്ട പൊട്ടി ബെപ്പട്ട പൊന്തി എന്തുട്ട ചെയ്യാക്കി പൊട്ട വന്നു. എന്തുണ്ടാക്കണാവേ എന്തുട്ടത്, എന്തുണ്ടാക്കണാവേ എന്തുട്ടത്, വാസുട്ടൻ ഒമ്മടാവാ വാസുട്ടൻ ജാൽതി കെട്ടിയ വാസുട്ടൻ ഒമ്മടാവാ വാസുട്ടൻ ജാതി കെട്ടിയ. കലക്കി 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 തകർത്തൂല്ലേ? തകർത്ത് കളഞ്ഞു. ഞാൻ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പൂരമായിരുന്നു, കാവടി വിരിച്ചു കളഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഇവർക്ക് അങ്ങോട്ട് നല്ല സ്കോപ്പ് ഉണ്ട്. കാരണം ഡാൻസ് ഫ്ലോറില് കുക്കിംഗ് മാത്രമല്ല, ഇനിയിപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിൽ വന്നാൽ അതിൽ നിങ്ങൾ അടിച്ചു പൊളിക്കുന്നു. ഇപ്പൊ മനസ്സിലായി, കണ്ടില്ലേ? അറിയില്ല പറഞ്ഞിട്ട് കളിച്ചില്ലേ? ആരാ പറഞ്ഞത്? ജിയോ ആണ് പറഞ്ഞത്. അറിയില്ല, അടിപൊളിയായിട്ട് കളിച്ചു. പക്ഷെ കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഇത്രയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഡാൻസ് ഒക്കെ വന്നു, നല്ല ഓളമൊക്കെ ഉണ്ടായിരുന്നില്ല ഫ്ലോറിൽ. പക്ഷെ ബീവറേജിന് മുമ്പിൽ ഭയങ്കര ക്യൂവും ബഹളമൊക്കെ ഉണ്ടാകുമ്പോ 1-2 പേര് ഇങ്ങനെ അവിടെ കിടപ്പും. അതുപോലെ ഒരാൾ കിടക്കുന്നു, ഒന്നും അറിഞ്ഞിട്ടില്ല, ഉറങ്ങിപ്പോയി. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും അണ്ടവൻ ചാടിയത് അമ്പടെ കള്ള, നീ കള്ളവർക്കായിരുന്നല്ലേ? ഡാൻസ് ആസ്വദിച്ച് കടന്നു പോയതാണ് അജയൻ ചേട്ടാ. ഈ ചാരു ഇവരെ കുക്കിംഗ് പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫുഡിങ് ആണ് പഠിപ്പിക്കുന്നതാണ് ഞങ്ങൾ അറിഞ്ഞത്. ഹോളിഡേ ഇന്നിൽ ഫുഡ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കാണുന്നില്ല എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും ഞാനല്ല, ഈ പിള്ളേരെ കൊണ്ട് അടുപ്പിച്ചോട്ട് ഓടാണോ? കാരണം മെന്ററും അത്ര മോശമില്ല, കൂട്ടുകാരും അത്ര മോശമില്ല. ഒരു കുടുംബത്തിലെ പോലെ അല്ലേ? ഒരു കുടുംബത്തിലുണ്ടായ പോലെ. അത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അതിലേക്ക് പോവാതെ എന്തിനാണ് കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? ഒരു ദിവസം വന്നാൽ അറിയാം അവിടെ എന്തൊക്കെയാ നടക്കുന്നേന്നുള്ള കാര്യങ്ങൾ. ഇവരുടെ ടീമിന് ഒരു പേരുണ്ട്. എന്താണ്? എന്താടാ? ഓ, പക്ഷെ നിങ്ങള് ജബ്ബി മാത്രമൊന്നുമല്ല, നിങ്ങൾ ഭയങ്കര ക്യൂട്ടാണ്, അടിപൊളി പെർഫോമൻസ് ആണ്. നല്ലൊരു കൈയടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കൈയടി. ഒരു ചോദ്യം, കേരളത്തിലെ റോഡുകളിലെല്ലാം കുഴിയാണ്, ചില റോഡുകളിലൊക്കെ ഇല്ലേ? ഈ കുഴികൾ എങ്ങനെ ഉണ്ടായി? ആരാണ് ഈ കുഴികൾ മൂടേണ്ടത്? റോഡിലത്തെ പണിക്കാര്. റോഡിലത്തെ പണിക്കാരാ? റോഡിലത്തെ അല്ല, മെട്രോ ഒക്കെ പണിയുന്ന ആൾക്കാരില്ലേ? മെട്രോ പണിയുന്ന ആൾക്കാർ. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? നമ്മള് താമരശ്ശേരി ചോരന്ന്
അവര് ആ റോഡ് ടാർ ചെയ്ത് നല്ലപോലെ വെക്കുക. പക്ഷെ മെട്രോയുടെ പണിക്കാര് മെട്രോയുടെ പണിക്കാരും അങ്ങനെയൊക്കെ ചെയ്യും. അവരെങ്ങനെ ചെയ്യും? ചെയ്യും. സത്യത്തിൽ എങ്ങനെയാ ഈ കുഴിയുണ്ട്? ആരും വന്ന് കുഴിക്കുന്നില്ലല്ലോ. എപ്പോഴേലും റോഡ് കുഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ഈ കുഴിയെല്ലാം ഉണ്ടായത്? കുഴി ഉണ്ടാവുന്നേന്ന് ഭൂമി കുലുക്കുമായിരിക്കും. ഭൂമി കുലുക്കുമായിരുന്നെങ്കിൽ നമ്മളിവിടെ ജീവിച്ചിരിക്കോ? അതുപോലെ ഓർക്കണം. ആരാ ഈ കുഴിയൊക്കെ മൂടേണ്ടത്? മൂടേണ്ട ഞാൻ പറഞ്ഞു. അല്ല, നമ്മളിപ്പോ ഈ ന്യൂസിലൊക്കെ കാണത്തില്ലേ, പത്രത്തിലൊക്കെ? സർക്കാരോ? കിട്ടിയോ? കമ്മിറ്റിക്കാരോ? ഏത് ഉത്സവത്തിന്റെ കമ്മിറ്റിക്കാരാ കുഴി മൂടണ്ടേ? ആ പറയൂ. രാഷ്ട്രീയം അങ്ങനെ കുഴിച്ചിടും. രാഷ്ട്രീയം കുഴിച്ചിടും. സർക്കാർ മൂടും. സർക്കാർ മൂടും. ഈ രാഷ്ട്രീയം കുഴിച്ചിടാൻ ഇത് രാഷ്ട്രീയം എവിടെ കിട്ടും? രാഷ്ട്രീയം ഉള്ളതല്ലേ ഇവിടെ. രാഷ്ട്രീയം കുഴിച്ചിട്ടത് സർക്കാർ മൂടും. വേറെ അഭിപ്രായം ഉണ്ടോ? ഇനി വേറെ ആർക്കാ ഉള്ളേ? അടുത്ത ആൾ. മഴ പെയ്യുമ്പോ റോഡിലെ ടാർ മുഴുവൻ ഒലിച്ചു പോകും. അതാ കുഴി വരാനുള്ള കാരണം. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി കാശ് മുടക്കിയാല് ഈ സർക്കാരെല്ലാം കൂടെ വർക്കാവും. എന്നാലല്ലേ റോഡ് പണി നടക്കൂ. ഇതുവരെ മുഖ്യമന്ത്രി ഒന്നും നടത്തിയിട്ടില്ല, അതുകൊണ്ട് ഈ പണി. അപ്പൊ ഈ മുഖ്യമന്ത്രി കാശ് കൊടുക്കാതെ എന്താ? കാശ് കൊടുത്താലും മെട്രോക്കാർ പണിയെടുത്തിട്ട് വേണ്ടേ? അപ്പൊ ഈ കുഴി അടയ്ക്കാൻ മുഖ്യമന്ത്രിയാണോ കാശ് കൊടുക്കേണ്ടത്? പിന്നല്ലാതെ മുഖ്യമന്ത്രിയുടെ വലം കൈ ഇടം കൈ ഒക്കെ ആരൊക്കെയോ അവർക്ക് വേണ്ടേ പൈസ കൊടുക്കാൻ? ശരി. മുഖ്യമന്ത്രി ആവുകയാണെ ഇതൊക്കെ ചെയ്യൂ? മുഖ്യമന്ത്രി ആവുകയാണെ എന്തൊക്കെ ചെയ്യും? മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ റോഡിലെ കുഴിയെല്ലാം നികത്തും. മോൾക്കറിയാവോ എന്താന്ന്? മഴവെള്ളം വീഴുമ്പോ ടാറ് അത് ഓരോ പ്രാവശ്യം വണ്ടി ഓടുമ്പോ ഇങ്ങനെ അത് ഒരഞ്ഞു അത് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പതുക്കെ ആ ടാറും ഇല്ലാതാവും. അങ്ങനെ ഉള്ളിലേക്ക് പോയി കുഴികളാവും. മൂടേണ്ടത് ഈ കേരളത്തിനോട് ഇഷ്ടമുള്ള രാഷ്ട്രീയ ആൾക്കാരുണ്ടെങ്കിൽ അവരത് ചെയ്തിരിക്കും. എന്റെ പൊന്നോ, പ്രേമി കണ്ടോ? സാരി ഉടുത്ത് റെഡി ആയിട്ട് കമ്മൽ വിട്ട് വന്ന് നിൽക്കുക. പക്ഷെ ഒന്നും ഇല്ലാണ്ടായി പോയില്ലേ ഇതിന്റെ മുമ്പിൽ, ഈ ഉത്തരത്തിന്റെ മുമ്പിൽ. താങ്ക് യു സോ മച്ച് പ്രേമി. താങ്ക് യു. സ്ട്രോബെറി സ്മൂത്തി എന്നൊക്കെ പറഞ്ഞൊരു ഡിഷാണ്. എനിക്ക് അതിന്റെ പേര് കേട്ടപ്പോൾ തന്നെ പേര് വായി കൊള്ളുന്നില്ല. പെട്ടെന്നാണ് പുതിയൊരു ടാസ്ക് വന്നത്, കസ്റ്റേർഡ് വിത്ത് സ്ട്രോബെറി. അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ഞാൻ എന്താണ് ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. ഷെഫ് പറഞ്ഞു തന്നു, അത് ഞങ്ങൾക്ക് കറക്റ്റൊന്നും മനസ്സിലായിട്ടില്ല. നീതു ചേച്ചി ശരിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സാധാരണ ഞാൻ വഴക്കുണ്ടാക്കാൻ പോകുന്നത്, പക്ഷെ പീനട്ട് ബട്ടർ ഞങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് അടിച്ചിട്ടുണ്ട്. അടുത്ത സ്ട്രോബെറി സ്മൂത്തിക്കും ഞങ്ങൾക്ക് ഫസ്റ്റ് അടിക്ക് തോന്നുന്നു. അത് കുറച്ച് സർപ്രൈസ് ആയിക്കോട്ടെ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാം. കുട്ടിക്കലവറയിൽ ഇന്ന് പുതിയൊരാളും കൂടിയുണ്ട്. ആരാണെന്നല്ലേ? ഈ പറയുന്ന ഞാൻ തന്നെ, നിങ്ങളുടെ മാത്തുക്കുട്ടി. നമസ്കാരം. നീ മൈക്കുന്നേ
നീ അതിന്നും തല പൊക്കോ? നമുക്കിത് ഉണ്ടാക്കണ്ടേ? എന്തുണ്ടാക്കാനുള്ളേ? അത് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. പറ നീ പറ 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 എന്തുവാ എന്താ ഉണ്ടാക്കാനുള്ളേ? പറ. മറന്നുപോയോ? അവൾ നോക്കിക്കൊണ്ടിരിക്കുക. അതങ്ങോട്ട് ഇറക്കിക്കോ. ആ ഉമ്മി നീനങ്ങടെ ഇറക്കിയേ. എന്താ ഉണ്ടാക്കാനുള്ളത് പറഞ്ഞു കൊടുത്ത എല്ലാവരും. കൂട്ടത്തിൽ കേൾക്കപ്പോ പറയണ്ടല്ലേ? ആ അത് തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്ത കറക്റ്റ് ആയിട്ട്. കുട്ടിക്കലവറിയുടെ പാചകശാലയിലെത്തിയ മാത്തുക്കുട്ടിയെ കുട്ടിപ്പട്ടാളം വെള്ളം കുടിപ്പിച്ചോ? ചോദ്യം നിങ്ങളോടാണെങ്കിലും ഉത്തരം ഞാൻ തന്നെ പറയാം. സത്യമായിട്ട് ഞാൻ വെള്ളം കുടിച്ചു. ലഡു ദോശേനെ ലഡു ആക്കാത്ത എന്താണെന്നാണ് ഇവിടെ സംശയം. ദോശേനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലഡു ആക്കാട്ടോ. ഓക്കെ ഓക്കെ ആ ഓക്കെ ഒന്നും മിണ്ടാതിരിക്കൂ. ഞാനിവിടെ ചോദിക്കട്ടെ. ലഡുവിന് നമുക്ക് ഷുഗർ ഉണ്ടാക്കാം കേട്ടോ. സ്ട്രോബെറി വല്ലതും കഴിച്ചോ? ഇതുവരെ കഴിച്ചിട്ടില്ല. അന്റെ പോ എന്നാ പരിപാടി? എന്താ പ്ലാൻ? എന്താ ഉണ്ട്? ഒന്നുമില്ല. നമുക്കിത് ഉണ്ടാക്കണ്ടേ? ഇതിന് മുൻപ് ഇത് കണ്ടിട്ട് പോലും ഉണ്ടോ? ഇല്ല. സ്ട്രോബെറി കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്ട്രോബെറി ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. സ്ട്രോബെറിയുടെ ടേസ്റ്റ് എന്താണെന്നറിയോ? ഇല്ല. അപ്പൊ എല്ലാം നമ്മൾ അറിയാൻ പോണേ ഉള്ളൂ. അടിപൊളി. എവിടെന്നാ സ്ട്രോബെറി കഴിച്ചേ? സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടോ ഒരു തവണ? എവിടെ വെച്ചിട്ടാ? നമ്മുടെ ഇങ്ങനെ ഫെസ്റ്റിവൽ ഒക്കെ ഇല്ലേ, അപ്പോഴാണെങ്കിൽ സ്ട്രോബെറി ഒക്കെ വിൽക്കത്തില്ലേ, അവിടുന്ന് മേടിച്ചതാ. അമ്മ എനിക്ക് സ്ട്രോബെറി വേണം അങ്ങനെ പറഞ്ഞിട്ട് മേടിച്ചതാണോ? ആ ദിവസം തന്നെ ഞാൻ സ്ട്രോബെറി വലിച്ചേറി കളഞ്ഞു. സ്ട്രോബെറി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ അത് പുളിയാ, പഞ്ചസാര ഇട്ട സ്ട്രോബെറി അല്ലത്. സ്ട്രോബെറി പുളിയാ? ഞാൻ സ്ട്രോബെറി തിന്നിട്ട്, ഞാൻ സ്ട്രോബെറി ജ്യൂസ് തിന്നിട്ടുണ്ട്, ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്താ ഇവിടെ നിന്നും ബാക്കിയുള്ള ടേബിളിൽ നിന്നും ഒന്നും എടുക്കരുത്. കുഞ്ഞു ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ കുറച്ചു മുമ്പ് പറഞ്ഞേട്ടായിരുന്നോ? വഴക്ക് പറഞ്ഞേട്ടായിരുന്നോ? വഴക്ക് പറഞ്ഞ ചേട്ടായിരുന്നോ? നമ്മൾ കരഞ്ഞോണ്ട് പോകും. എങ്ങനെയുണ്ട് ഈ മോഹൻലാലായിട്ടുള്ള കൂട്ട്? കുഴപ്പമില്ല. ആളെ എങ്ങനെ, ഉഷാറാണോ? ആൾ പക്ഷെ ഭയങ്കര പതിഞ്ഞൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. നമ്മുടെ ബാക്കിയുള്ളവർ ഉണ്ടാക്കുന്ന പോലെ ബഹളം ഒന്നും ഉണ്ടാക്കുന്നില്ല. തൃശ്ശിക്ക് അങ്ങനെ ബഹളം ഉണ്ടാക്കുന്നവരാണോ അതോ? ബഹളം ഉണ്ടാക്കുന്നവരെ ഇഷ്ടം. അപ്പൊ ആദിത്യയോട് അത്ര താല്പര്യം ഇല്ല? ഈ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ താല്പര്യം ഉള്ളത് ആരോടാ? കുഞ്ഞുവിനടുത്താ? ആഹാ, കുഞ്ഞു നിന്നോട് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ കുട്ടിക്ക്. നിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. സുഖം. ഇന്ന് ആരാണ് കൂടുതൽ ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്യാൻ? സ്ട്രോബെറി കഴിച്ചിട്ടുള്ള വളരെ കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞാൽ പോലും ഇത്രയും ബഹളം ഉണ്ടാകില്ല. എന്റെ പൊന്നു മാത്തുക്കുട്ടി, നിനക്കിത് എന്തിന്റെ കേടായിരുന്നു? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോയി. നീ മിടുക്കനാണല്ലോ. നമുക്കത് പറ്റൂലെന്നല്ലേ അർത്ഥം? അസാധ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇവര് ഈ ടാസ്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഈ ടാസ്ക് ഗംഭീരമായിട്ട് പൂർത്തിയാക്കുക എന്നറിയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുതിയൊരു ഐറ്റാണ്, ടേസ്റ്റി ആണോ എന്ന് അറിയണ്ടേ? എനിക്ക് തരണോട്ടോ എന്തായാലും. എന്നാ ഇനി പാചകം ആരംഭിച്ചാലോ? പാത്രമെടുക്കുന്നു, പാലൊഴിക്കുന്നു. എന്താ ഒരു സ്പീഡ്! നമ്മുടെ ഇത്തിരി കുഞ്ഞന്മാർ ഇപ്പൊ ശരിക്കും കുക്കിംഗ് എക്സ്പേർട്സ് ആയിട്ട് മാറിയ പോലെയുണ്ട്.
ഞാൻ നോക്കട്ടെ, പൈസ ഉണ്ടാക്കണ പൈസ ഉണ്ടാക്ക. ഞാൻ നോക്കട്ടെ, പൈസ ഉണ്ടാക്കണമെന്ന് എനിക്ക് നോക്കണ്ടേ. ഈ ആ സ്ട്രോബെറി കട്ട് ചെയ്ത് കൈ മുറിക്കാൻ ചെയ്യും. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഷേപ്പിലുള്ള സ്ട്രോബെറി ഞാനും. കുഞ്ഞു സ്പൂണ് അതെടുത്ത് ഒഴിക്ക്. ഇളക്കണ്ട, പാൽ ഇളക്കുന്ന എന്തോത്തിനാടാ? പൊട്ടുണ്ടോ പാൽ ഇളക്കാൻ? ഒഴിച്ചോ, ഇതൊക്കെ ഒഴുക്കി. ഇവിടെ ഉണ്ടോ? ഇനിയും വേണം. വേണ്ട, ഇതിന് ഇനിയും പാലിടും. പാലിട തിളച്ച് വരുവാണ്. ഡോണ്ടു പൊങ്ങി വരുമ്പോ തോന്നുന്നത് മഞ്ഞ കളറിൽ പൊങ്ങി വരുന്നു. ആദ്യമായിട്ട് ഞാൻ മഞ്ഞ ചായ കാണുന്ന. മഞ്ഞ ചായ ഉള്ളിട്ടോ. എന്നെ രക്ഷിച്ചോണേ. സാധനമാണോ ഉണ്ടാക്കാൻ? സ്ട്രോബെറി ആണോ ഉണ്ടാക്കാൻ? അല്ലല്ലോ, ഇത് കണ്ടിക്കുമ്പോ അങ്ങനെ വരുന്നെങ്കിലേ പിന്നെ അതിന്റെ മണ്ടക്കൂടെ കണ്ടിച്ചാ പോരെ. അയ്യേ, നാണിച്ചു പോയല്ലോ. ശരി, ഷെഫ് പറഞ്ഞ പോലെ ആയോ? അല്ല, ഇതിലേക്ക് ഒഴിക്ക്. കൈ പൊള്ളാതെ പതുക്കെ ഒഴിക്ക്. കൈയൊന്നും പൊള്ളത്തില്ല. അടുത്ത സ്ട്രോബെറി കിട്ടുന്നില്ല. അവിടെ നോക്കിട്ടെ, നെട്ടൂരാനോട് ആണോടാ കളി എന്ന് പറഞ്ഞു. ഇങ്ങനെ കൈ മാത്രം പോരാ, മൊത്തം വർത്താനം പറയണം. നെട്ടൂരാനോട് ആണോടാ കളി. ആളോടാ കളി. ഒരാൾക്ക് കൊടുക്കണ്ട, ജയിക്ക് അറിയാലോ അത് ആരാന്നാണ്. ആ, ഒരു ഞാൻ കൊണ്ടുവന്ന ഒരാളാ. കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. ഉണ്ടോ? ആ, ഇഷ്ടമാണോ? ഇഷ്ടം. അയ്യോ, എനിക്ക് പഞ്ചസാര കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് സാധാരണ കഴിക്കുന്ന ഇഷ്ടം. സാധാരണ കഴിച്ചാൽ പുളിയല്ലേ? ഞങ്ങൾ ലുലുമാളി പോയപ്പോ കഴിച്ചായിരുന്നു, മേടിച്ചായിരുന്നു. കോട്ടയത്ത് പോയപ്പോഴാ കഴിച്ചത്. നീ ഇതിൽ വല്ല കഴിച്ചിട്ടുണ്ടോ? എന്നിട്ട് പാല് കുടിച്ചിട്ടുണ്ടോ? പാല് കുടിച്ചിട്ടില്ല. സ്ട്രോബെറി കഴിച്ചിട്ടില്ല. നല്ല മണം. എനിക്ക് ഇതിന്റെ മണം ഇഷ്ടപ്പെട്ടു. പതുക്കെ ഒഴിക്കണം, സൂക്ഷിച്ച്. മാറ്റി. നിനക്ക് സ്വീറ്റ്സ് ഇഷ്ടം? മിഠായി അല്ല ചോദിച്ചേ. ഇന്ത്യ ഡിഷസ് ഇല്ലേ? ഇന്ത്യ ഡിഷസിന്റെ ഏതാണ് നിനക്ക് ഇഷ്ടം? നൂഡിൽസ്.
അല്ല നൂഡിൽസ് അല്ല ചപ്പാത്തി. ലഡു ഇഷ്ടമല്ലല്ലേ? ലഡു ഇഷ്ടമല്ല. ലഡു കഴിച്ച് എൻ്റെ അമ്മ വഴക്ക് പറയും. ജിലേബി ഇടയ്ക്കൊക്കെ കഴിക്കാം. ജിലേബി സ്വീറ്റ്സ് അല്ല. ജിലേബി അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ. സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടോ? ഞാൻ സ്ട്രോബെറി കഴിച്ചിട്ടുണ്ട്. ഒന്ന് നീ പിടിച്ചേ, ഒന്ന് പിടിച്ചേ. സ്പൂൺ വെച്ച് കോച്ചു പിടിക്കും. പിടിക്കാൻ പിടിച്ചെന്ന് എന്നെ ഇവിടെ പണി ചെയ്യാൻ വിടാതെ നമ്മളെ പണിയാത്ത പണിയാണ്. ഇതൊന്ന് പിടിച്ചേ നീ. എന്തോ പിടിക്കാൻ? ഇതൊന്ന് പിടിച്ചതാ. കുക്കിംഗ് ഏതാണ്ട് കഴിഞ്ഞു. ഇനി കുറച്ച് അലങ്കാര പണിയായാലോ? സ്ട്രോബെറി വെച്ച് തങ്ങളുടെ ഡിഷിനെ കൂടുതൽ മോടി പിടിപ്പിക്കുകയാണ് കൊച്ചു കൂട്ടുകാർ. വെള്ളം അത്രയ്ക്ക് തിളച്ചത് വന്ന 2, 3, 4 പ്രാവശ്യം തെളിച്ച് അപ്പ ആ സാധന കഴിഞ്ഞിട്ട് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞാൽ മതി. നീ ഇങ്ങനെ പാടുപെടുന്ന ഒരു കാര്യമില്ല. എന്തായാലും ഞങ്ങൾ പരിശ്രമം നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് കൊള്ളാമെന്ന്. ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ കൊള്ളാവുന്ന ഇതുണ്ടാക്കിയല്ലോ. ഒരു സന്തോഷം കിട്ടുന്നില്ലല്ലോ നിന്റെ മുഖത്ത്? ഉണ്ടല്ലോ. ഹലോ, ഹായ് ഹായ്. എങ്ങനെയുണ്ടായിരുന്നു? പൊളിച്ചോ? തകർത്തോ? മതി 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 മതി. ഷേ, ഇത് ഗംഭീരായിട്ടുണ്ടല്ലോ. കണ്ണ്, മൂക്ക് കംപ്ലീറ്റ് ചുറ്റിലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആരെങ്ങനെയൊക്കെ വരച്ചേ? എന്നാലും ഇതിന്റെ ഡെക്കറേഷന്റെ ശരിക്കും കൂടുതൽ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം? ആർക്കാ കൃഷ്ണമൂർത്തി കൊടുക്കണ്ടേ? അനിയനെങ്ങടെ പോയേ? അമ്മയുടെ അടുത്ത് പോയി. മുടി പിടിക്കാൻ കൊണ്ടുപോയോ? ബാക്കി എല്ലാവരുടെയും ഈ സ്ട്രോബെറി ഇങ്ങനെ മേളിലാണ് നിൽക്കണേ. അതുണ്ടോ? എല്ലാവരുടെയും മേളിൽ നിൽക്കണുണ്ടോ? നിന്റെ മാത്രം ഇങ്ങനെ ഇങ്ങനെ താന്നുവേ. ലിക്വിഡ് ആയത് എങ്ങനെയാ? അതെങ്ങനെയാ മുക്കിയിട്ട്? കാത്തിരുന്ന് കാണാം ഇന്ന് ആരായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്തിരിക്കണേന്ന്. ഇതിപ്പോ തൽക്കാലം തീർക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ഷെഫിന് വേണ്ടിട്ട് അത്താണ്. So kutis, time for winners. ഷെഫേ, എങ്ങനെയാണ് അനൗൺസ് ചെയ്ത് പറയണം? ഫസ്റ്റ് ആദ്യം പറയണോ, സെക്കൻഡ് ആദ്യം പറയണോ, തേർഡ് ആദ്യം പറയണോ? നമുക്കൊരു സർപ്രൈസ് വെക്കാം. എന്താണ് സർപ്രൈസ് ഷെഫ് കൊടുക്കുന്നത്? എന്താ കുട്ടീസ്, എന്താ സർപ്രൈസ് എന്ന് അറിയാം? അറിയില്ല. ഇന്നൊരു വലിയ സർപ്രൈസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി പോകുന്നത്. ആരും എക്സൈറ്റഡ് അല്ലല്ലോ? എക്സൈറ്റഡ് ഇല്ല. they are happy with first, second and third. ആണോ? അത് ഹാപ്പിയാണ്. പക്ഷെ അത് ഇന്ന് ഇത് എപ്പിസോഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ എപ്പിസോഡിൽ വലിയ മെഗാ പ്രൈസാണ്. ഇന്ന് ഞങ്ങൾ ഫസ്റ്റും സെക്കൻഡും തേർഡൊന്നും അനൗൺസ് ചെയ്യുന്നില്ല. ഒരു വലിയ മെഗാ സർപ്രൈസ് ഗിഫ്റ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. എല്ലാവർക്കും ഇത്തവണ പ്രൈസ് ഉണ്ട്. ആ പ്രൈസ് എന്താണെന്ന് നമ്മൾ ഇപ്പോഴും പറയില്ല. നാളെയോ മറ്റന്നാളോ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ എന്തായിരിക്കണം? വെയിറ്റ് ചെയ്തിരിക്കണം. അല്ലേ ഷെഫ്? ഹാപ്പി അല്ലേ എല്ലാവരും? എല്ലാവരും ഒന്ന് കൈമുട്ടിയേ. ഇന്നലത്തെ കാന്താരി കാഴ്ചകൾ ഒന്നുകൂടി കാണണം എന്നില്ലേ? ദാ കണ്ടോ? Ladies and gentlemen, I'm your DJ. Come da porta picchita va bene. Si tu la parla miezza americano. Quando si fa l'amore sotto la luna.
Come da venga, vedi, I love you. Papà l'americano. കുരുത്തക്കേടിന് കൈയും കാലും വെക്കുന്നതാണല്ലോ കുട്ടികൾ. അങ്ങനത്തെ കുറെ കുട്ടിക്കുറുമ്പുകൾ മാത്രമാണിത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവരുടെ കുറുമ്പുകൾക്ക് മുന്നിൽ താരങ്ങളും എന്തിന് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഞങ്ങൾ പോലും പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുകയാ. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ. ഈ ആഴ്ചയിൽ നിങ്ങൾ കണ്ടതിനേക്കാൾ കൂടുതൽ കുറുമ്പുകളുമായി നമ്മുടെ കുഞ്ഞു താരങ്ങൾ അടുത്ത ആഴ്ചയും എത്തുന്നു. അതുവരേക്കും കുട്ടിക്കുറുമ്പിനും കൊതിയൂർന്ന പാചകത്തിനും ചെറിയൊരു ഇടവേള.